എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയാലും കണ്ടിട്ടില്ലേ? ഞാൻ വീഡിയോ ഒന്നും എടുക്കലില്ലേന്. ഒന്നാമത്തെ മടി, രണ്ടാമത്തെ ക്രാഫ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേന്. അപ്പം ക്രാഫ്റ്റും വീഡിയോ എടുക്കൽ വ്ളോഗ് എടുക്കലൊന്നും നടക്കുന്നില്ല. അത് മാത്രമല്ല പണിയുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ആവാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നതിന് ഈ വ്ളോഗിൽ ചെയ്യുന്നത്, അതായത് ഈ കാണുന്ന ക്ലിപ്സ് രണ്ട് ദിവസത്തെ കുറേ മുന്നേ എടുത്ത് വെച്ചതാണ്. ഇത് ആ സമയത്ത് എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല ചില മടി, മെയിനായിട്ട് മടി. അപ്പോൾ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഒന്നിച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, ഒരു ഈവനിങ് ശേഷം ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് എന്താ ഞാൻ വാങ്ങിയത് എന്നുള്ളതും ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. ഇതില്ലേ നേന്ത്രപ്പഴം ഉണ്ടേനു. അപ്പോൾ പിള്ളേർക്ക് കായ് വിളയിച്ച് ഓലയാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവർക്കില്ലേ കായിനെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വാട്ടിയത്, പൊരിച്ചത്, പുഴുങ്ങിയത് അങ്ങനെല്ലാം നമ്മളാക്കൂലേ, അങ്ങനെല്ലാം തിന്നതിനേക്കാളും ഇവർക്കിഷ്ടം നേന്ത്രപ്പഴം വെറുങ്ങനെ തിന്നതാണ്. പക്ഷേങ്കിൽ കാണുമ്പോൾ നമുക്ക് വെറുങ്ങനെ കൊടുത്തിട്ട് ഒഴിവാക്കാനും തോന്നില്ല, എന്തെങ്കിലും അതിനെ കൊണ്ട് ആക്കി കൊടുക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കായ എന്താക്കുക വിളയിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇല്ലേ ലാസ്റ്റത്തെ വ്ളോഗ് കണ്ടിട്ടല്ലോ, എൻ്റെ 2-3 ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിനി. നല്ല രസമുണ്ട്, പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല ഇഷ്ടമായിനി എന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിന്. അപ്പം ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് അതായത് നമ്മൾ വീഡിയോ ഇങ്ങനെ ഫ്രണ്ട്സെല്ലാം കാണുന്നുണ്ട് അറിയെങ്കിലോ അവരിങ്ങനെ വന്നിട്ട് അഭിപ്രായം പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവരെന്നോട് വന്നിട്ട് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ടേനി. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനൊന്നും അറിയില്ല. എനിക്കെന്തോ എല്ലാവർക്കും ലിങ്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തോ ഒരു മടിയുണ്ട്. എന്താ വെച്ചാൽ കണ്ടാൽ അവർ എന്താ വിചാരിക്കുക എന്നുള്ളൊരില്ലേ, എൻ്റെ വോയിസ് എല്ലാം ബോറായിട്ട് അവർക്ക് തോന്നുമെന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കുറേ ഫ്രണ്ട്സിനും ഷെയർ ആക്കാണ്ട് എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കാമെന്നെല്ലാം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഷെയർ ആക്കി കൊടുക്കണോ. ഇതില്ലേ ഞാനില്ലേ ഈ പഴം വാട്ടിയതാക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ആക്കുന്ന പോലെ പഞ്ചസാരയിലിട്ടിട്ട് അങ്ങനെ ആ ഒരു ഇതല്ല കേട്ടോ. അതായത് ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ആഡാക്കിയിട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടി, അങ്ങനെ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇല്ലാണ്ട് ഓവറായിട്ടൊന്നുമില്ല. ചില ആൾക്കാർ പഞ്ചസാര പിന്നെ ബട്ടറിന് ഒരു ഓയിൽ ആർക്കി വെച്ച് അങ്ങനെയെല്ലാം ആക്കുമല്ലോ. അതിന് ഓരോരുത്തരുടെ ഇഷ്ടം. ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയും കൂടി ആഡാക്കണം. പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ ഈ നേന്ത്രപ്പഴം വാങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് കായ്പോളാക്കാനാണ്. പക്ഷേങ്കിൽ എൻ്റെ മടിയതിന് സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പഴത്തിൻ്റെ തൊലി കറുത്ത് വരുന്നതാണിട്ട് മതി പിള്ളേർക്ക് ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആട്ടെ ഇതാക്കിയേ. എനിക്കില്ലേ ഈ മടി വരുന്നത് എപ്പോഴെന്നറിയോ, ഒരു ദിവസം കുറേ പണിയാകുമ്പോൾ ഭയങ്കര മടിയാവും. ഒന്നാമത് നമ്മൾ വെറുതെ നമ്മളിപ്പോൾ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വെറുതെ നിൽക്കുന്നതാന്നിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും എല്ലാം ആക്കാൻ തോന്നും. ഒരു ദിവസം നമുക്ക് ഇപ്പോൾ എണീച്ച മുതലേ ഓരോരു പണിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാക്കൽ നടക്കില്ല. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ പണി വരുമല്ലോ. അപ്പോൾ ആ സമയത്താട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെന്തെങ്കിലും തലേനെ പ്ലാൻ ആക്കിയെങ്കിൽ അത് നടക്കില്ല. എൻ്റെ കാര്യം എങ്ങനെയാണ്, അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതാക്കുന്നതെന്ന് അവരോട് പറഞ്ഞ മുതൽ ഇതാവുന്ന വരെ അവരിങ്ങനെ വന്നുകൊണ്ടിരുന്നേന് ആയാന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാളെ ഞാൻ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ സമയം ടേബിൾ മേൽ ഇരുത്തിയിട്ട്, അപ്പോൾ അവർക്കിത് കൊടുത്താൽ അവർ കുറേ സമയത്തേക്ക് പിന്നെ ഇനി ചൊറയാക്കാൻ വേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല നേന്ത്രപ്പഴം അവർക്ക് വെറുങ്ങനെ തിന്നാൻ ഇഷ്ടമെന്ന്. അവർക്ക് പിന്നെയെന്ന് വെച്ചാൽ ബട്ടറിലാക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ആക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ.
ഞാൻ ഈ നേന്ത്രപ്പഴം അല്ലാണ്ട് ഇവിടുത്തെ ഫിലിപ്പീൻസ് പഴം ആക്കി കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിന്. അർഹമിന് പിന്നെ പഴത്തിനെ കൊണ്ട് എന്താക്കിയാലും നല്ല ഇഷ്ടമാണ്. മിഷുനാന്ന് കുറച്ചൊരു വേണ്ട, അങ്ങനെ ആക്കണ്ട ഇങ്ങനെ വേണ്ട എന്നെല്ലാം പറയും. മുമ്പത്തെ ഒരു വ്ളോഗിൽ ഞാനൊരു ഈവനിങ് ശേഷം ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, കാര്യമായിട്ടൊന്നും വാങ്ങാണ്ടായിട്ടില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേനെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അന്ന് എന്താ വാങ്ങിയത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ്. പൊടികൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് 4 എണ്ണം വരുന്ന ഒരു സെറ്റും പിന്നെ 5 എണ്ണം വരുന്ന ഒരു സെറ്റുമാണ് വാങ്ങിയിട്ടുണ്ടായിന്. ഇത് ആവശ്യമേനെ, അതുകൊണ്ട് വാങ്ങി. കുറേ എല്ലാം ബോക്സിൽ കവറിലെല്ലാം ഉണ്ടായിന്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഓയിൽ വെച്ച് വെക്കുന്നതാണ്. ഇതൊരു സെറ്റ് 2 എണ്ണം വരുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാനും പിന്നെ ഒന്നിൽ സാധാ ഓയിൽ ഒഴിക്കാമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് വാങ്ങിയത്. ഇതിൻ്റെ വലിയ സൈസിലുണ്ടായിന് കേട്ടോ. ഞാൻ പിന്നെ ചെറുത് വാങ്ങിയതാണ്. എടുക്കാൻ നമുക്ക് ചെറുതായിരിക്കും, അതുകൊണ്ട് ഞാൻ ചെറുത് നോക്കിയിട്ട് എടുത്തതാണ്. ഇതിൻ്റെ തന്നെ പലതരം മോഡലുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ വരുന്നതുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെതുണ്ട്. നമുക്കിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ വരുന്ന ടൈപ്പില്ലേ, നാട്ടിലെല്ലാം മീഷോയിലെല്ലാം കണ്ടിട്ടുണ്ടേന്. ആ ഒരു ടൈപ്പ് എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഗ്ലാസ്സിൻ്റെ ടൈപ്പ് വേണമെന്നുള്ളതിലേക്ക് അങ്ങനെ എടുത്തതാണ്. പിന്നെ പിള്ളേർക്ക് മാഗി വാങ്ങിച്ചിട്ടുണ്ടായിന്. ഞാൻ അവിടുത്തെ ഒരു മിക്സ് നട്ട്സിൻ്റെ എടുത്തേനെ, പക്ഷെ പറ്റിക്കപ്പെട്ട ഗൈസ്. അതിൽ കൂടുതലൊരു വേറെന്തോ ഒരു ടേസ്റ്റില്ലാത്തൊരു സാധനം ഉണ്ടായിന്. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ചപ്പാത്തിയെല്ലാം പരത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാറ്റ് പോലത്തെ ഒരു സാധനം കേട്ടോ. അങ്ങനെ തന്നെ പറയാൻ എനിക്കറിയില്ല അതിന്. ഇത് ഞാൻ കുറേയായി വാങ്ങണമെന്നിരിക്കുന്നത്, കാരണം എനിക്ക് ഇവിടെ ഒന്നും ഒരു ഏല് കിട്ടാത്ത പോലെ പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വിരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണം. പിന്നെ കത്രിക കയ്യിലുള്ളത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കത്രികയോ നമ്മൾ മീനും ഇറച്ചിയെല്ലാം മുറിക്കാനില്ലേ. പിന്നെ ഞാനൊരു കമ്മൽ കണ്ടപ്പോൾ ഒരു പൂതിക്ക് ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിനെ. ഇപ്പം അത് നാട്ടിലെല്ലാം ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള ഒരു കമ്മൽ. ഞാനത് കാണിച്ചത് ശരിക്കും ക്യാമറേൻ്റെ അടുപ്പിച്ചിട്ടല്ലേ ഇനിയല്ലേ, ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇട്ടിട്ടൊരു സ്കാർഫ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ. അതിലുണ്ട് അത് കമ്മൽ ശരിക്കും തിരിയുന്നുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് അത്രയും എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഞാൻ മക്കളയിൽ എന്തോ പെട്ടുപോയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അന്ന് തന്നെ രാത്രിക്ക് ഇതെല്ലാം കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ പിറ്റേന്ന് അതെല്ലാം എടുത്ത് കുറച്ചെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിന്. എല്ലാം എടുത്ത് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യണമല്ലോ, അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒന്ന് ഓയിലും ഒന്ന് നോർമൽ ഓയിലും ഒന്ന് നമ്മളെ കോക്കനട്ട് ഓയിലും ഒഴിക്കാൻ വേണ്ടിയിട്ടേനെ. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കാമെന്നുള്ളതിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് ഇത് ഇങ്ങനെ കാണാൻ കുപ്പിയെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 5 റിയാൽ ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ തോന്നും. കാരണം അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് നമുക്ക് 5 റിയാലിന് കിട്ടുമ്പോൾ നമ്മളായിരിക്കും നല്ലതല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് അവിടെ ഉണ്ടാവുക കൂടുതലും. അപ്പോൾ ആ റേറ്റിന് നമുക്ക് കിട്ടുമ്പോൾ നമ്മളേക്ക് വാങ്ങാമെന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ അതായത് സാധനങ്ങൾ കൂടുതലും എല്ലാം ഒരുമിച്ചിട്ട് വാങ്ങിയതൊന്നുമല്ല. ഞാൻ ഓരോ പോക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെക്കുക ചെയ്യലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക, നമ്മളതായ ഒരു കിച്ചണിൽ ഇപ്പം നമ്മളതായ രീതിയിൽ അറേഞ്ച് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ കുക്ക് ചെയ്യുക, നമ്മളതായ ഒരു ലോകം. അപ്പോൾ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ക്ലീൻ ആക്കുകയോ സെറ്റ് ചെയ്യലും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമെല്ലാം കിട്ടുമല്ലോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടെല്ലാം വെക്കാൻ. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങാനും ഇഷ്ടമാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ നമ്മൾ കിച്ചൺ ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കൂടിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കിച്ചണ് വലിയ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടീ, ഷുഗർ, കോഫി എന്നുള്ളതിൽ നിന്ന് കോഫി മാറ്റിയിട്ട് അവിടെ ഓയിൽ വെക്കുക ചെയ്തേ. കാരണം വേറെ തന്നെ ഒരു സ്പേസ് ഇല്ല അത് വെക്കാൻ.
വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് കട്ടിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ എല്ലാം ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനതങ്ങനെ ചെയ്തേ. പിന്നെയെന്ന് വെച്ചാൽ ഇനി പൊടികളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഓൾറെഡി പൊടികളെല്ലാം എല്ലാം ഉള്ളത് ബോക്സിൽ, പിന്നെ കവറിൽ, പിന്നെ വേറെ ടൈപ്പ് കുപ്പിയിൽ. നമുക്കിങ്ങനെ എല്ലാം ഒരേപോലത്തെ കുപ്പിയിലെല്ലാം കാണുമ്പോൾ നല്ല രസമല്ലേ. പക്ഷെ ഞാൻ അതുകൊണ്ട് മാത്രം വാങ്ങിയതല്ല, കുപ്പികളില്ലേനി കുറവേന്, അതുകൊണ്ടാണ് മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിന്. ഇതെല്ലാം കുപ്പിയെല്ലാം കഴുകിയത് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ ഇതുണ്ടേനി. അപ്പോൾ അത് ടിഷ്യൂ എടുത്തിട്ട് തുടച്ചിട്ടാകുമ്പോൾ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം ചിലപ്പോൾ ചില തുണി, കോട്ടൺ തുണിയിലാണെങ്കിൽ വെള്ളം ഫുള്ളായിട്ട് പോകും, ടിഷ്യൂ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം പോകും നല്ലോണം. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ എടുത്തേ. ഇവിടെ വന്നിട്ട് കിച്ചണിൽ ഓരോ പണിയെടുക്കുമ്പോഴോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ടിഷ്യൂ. നല്ല ചിലവുള്ള സാധനമാണ് ടിഷ്യൂ. എന്താ അറിയില്ല, നമ്മളിപ്പോൾ ഒരു പാത്രം കഴുകി ടിഷ്യൂ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ടാണോ ഇനി അതൊരു ശീലം പോലെ ആയതുകൊണ്ടോ അറിയില്ല, ഇതിനിപ്പോൾ ടിഷ്യൂ ആണ് കിച്ചണിൽ നിൽക്കുമ്പോൾ. നമ്മൾ സാധാരണ നാട്ടിൽ നിന്നാണെങ്കിൽ ഒരു തുണിയല്ലേ ഉണ്ടാവുക, നമ്മളെ വീട്ടിലല്ലേ ഒരു തുണി ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അയക്കിന് കൈ നനവ് വരുമ്പോൾ ആ തുണിയിൽ തുറത്തിയിട്ട് ഇതാക്കി. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു ശീലമായി, എന്താ ടിഷ്യൂ എന്തെങ്കിലും ചെയ്ത് കൈ നന്നാ ടിഷ്യൂ. അതുകൊണ്ട് ടിഷ്യൂ വാങ്ങുന്നതും തീരുന്നതും അറിയുന്നില്ല. പിന്നെ ഈ നനവുള്ളിൽ, അതായത് തുടച്ചിട്ടിങ്ങനെ നല്ലോണം തുടച്ചിട്ട് ഉണങ്ങിയ പോലെ ആക്കാണ്ട് ചെറിയ നനവിലെല്ലാം പൊടിയിട്ടാൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് നല്ലപോലെ തുടച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ തുടക്കൽ കുറഞ്ഞു പോയിട്ട് കട്ട പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കുക ചെയ്തേ. പിന്നില്ലേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടികളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ടായിന്. കുറച്ച് മല്ലിയും കുറച്ച് മുളക് അങ്ങനെ എന്തോ ബാക്കിയുള്ളൂ, ഇതിനോ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അതിന് ശേഷം ഈസ്റ്റേണിൻ്റെ അന്നെല്ലാം പൊടികളെല്ലാം വാങ്ങൽ. ഞാനില്ലേ ഈ 4 വലിയ കുപ്പിയിൽ കുറച്ചധികം പൊടികൾ വരുന്നത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ 5 ചെറിയ ചെറിയ ബോട്ടിലല്ലേ, അതിൽ കുറച്ച് പൊടികൾ വരുന്നത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊത്തമ്പാരി അല്ലേ, അതെല്ലാം ഈ വലിയതിൽ ഇട്ടിട്ട്, പിന്നെ ചെറിയ ചെറിയ ഗരം മസാല, കടുക്, പിന്നെ കുരുമുളക് പൊടി, അങ്ങനെ അതെല്ലാം ഇടാമെന്ന് വിചാരിച്ചേ. ഈ പൊടികളെല്ലാം കണ്ടെയ്നേഴ്സിലാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഞാൻ കുറേ റീൽസ് കണ്ടിട്ടുണ്ട് ഈ അടുത്തായിട്ട്. ഈ എന്താ പറയുക, വുഡിൻ്റെ സ്റ്റാൻഡും അതിൻ്റെ ഒന്നിച്ച് തന്നെ പിന്നെ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സും പിന്നെ വുഡിൻ്റെ അടപ്പം വരുന്ന രീതിക്കുള്ള ഒരു സെറ്റായിട്ട് വരുന്നത് നാട്ടിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇവിടെ ട്രെൻഡുകളിലെല്ലാം കണ്ടിട്ടുണ്ട്, തെമുവിൽ. പിന്നെ നാട്ടിൽ കുറേ ആൾക്കാർ എന്താ പറയുക ചെയ്തിട്ട് റീൽസ് കണ്ടിട്ടുണ്ട്. അത് ഏതിന്നാണ് വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. അതാകുമ്പോൾ അങ്ങനെ തന്നെ ഒരു സെറ്റായിട്ട് കിട്ടുമ്പോൾ നല്ലതല്ലേ. പിന്നില്ലേ ഞാൻ എല്ലാ ബോട്ടിലും ഫില്ല് ചെയ്യുന്ന ഇങ്ങനെ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതെല്ലാം ഇതിൽ ആഡ് ആക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നതിന് എനിക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടുകയും ചെയ്യില്ല. ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന പോലെയാവും അതിങ്ങനെ കണ്ടിട്ട്. എൻ്റെ കഥകൾ ഇങ്ങനെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ പറയുന്ന പോലെ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ എല്ലാം കട്ടാക്കി കഥ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോയിലൊന്നുമില്ല, എന്നാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് എന്തെങ്കിലും നല്ലതിലേക്ക് എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലതിലേക്ക് എടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.